നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 358th day. Today 48th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 358 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 48ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓം കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 48ാമത്തെ ശ്ലോകം. പ്രഥമസ്കന്ധതസ്പഷ്ടം ആഖ്യാനം ധേനുജോ കരോത്. ദിനാന്തിരക്ഷിതാഗാധ തഥാ ചിത്രം ബഭൂവഃ. പ്രഥമസ്കന്ധതസ്പഷ്ടം ആഖ്യാനം ധേനുജോ കരോത്. ദിനാന്തിരക്ഷിതാഗാധ തഥാ ചിത്രം ബഭൂവഃ. അങ്ങനെ എല്ലാവരും യഥാസ്ഥലത്ത് ആസനസ്ഥരായിട്ട് ആ കഥ പറയാൻ ഗോകർണൻ ആരംഭിച്ചു. ശ്രോതാക്കളെല്ലാം വളരെ വിശദമായിട്ട് കേൾക്കത്തക്ക വിധം ആ കഥ സ്പഷ്ടമായിട്ട് അദ്ദേഹം വായിച്ചു. അന്നത്തെ ദിവസത്തെ സന്ധ്യയാകുമ്പോഴേക്കും, വൈകുന്നേരമാകുമ്പോഴേക്കും, ദിവസത്തിൻ്റെ അന്ത്യത്തിൽ ഗാഥ പറഞ്ഞ് അന്നത്തെ ദിവസത്തെ പാരായണം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവിടെ ഒരു ചിത്രം, ആശ്ചര്യകരമായ ഒരു സംഭവം ഉണ്ടായി. ഇത്രയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പ്രഥമസ്കന്ധം മുതൽ സ്പഷ്ടമായിട്ട് പാരായണം ചെയ്തു. എന്നിട്ട് പിന്നീട് ധേനുജോ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ മകനായിട്ടുള്ള ഗോകർണൻ. അന്നത്തെ ദിവസം പാരായണം വൈകുന്നേരം സന്ധ്യയോടുകൂടി അവസാനിപ്പിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ഒരു സംഭവം അവിടെ ഉണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പ്രഥമസ്കന്ധതസ്പഷ്ടം ആഖ്യാനം ധേനുജോ കരോത്. ദിനാന്തിരക്ഷിതാഗാധ തഥാ ചിത്രം ബഭൂവഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം തത്സത്.